നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹന നിർമ്മാതാക്കളിൽ ഒന്നാണ് ഹ്യൂണ്ടായി എന്ന് പറയുന്നത്. അവരുടെ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടിയാണ് ഗ്രാൻഡ് ഐറ്റൺ എന്ന് പറയുന്നത്. ആ ഗ്രാൻഡ് ഐറ്റൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഗ്രാൻഡ് ഐറ്റൺ നിയോസ് AMG ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വാഹനത്തിൻ്റെ മുൻവശത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു ഡിസൈനാണ്. വളരെ എയറോഡൈനാമിക് ആയിട്ടാണ് ഈ വാഹനം ഹ്യൂണ്ടായി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോണറ്റിന് ചെറിയൊരു സ്ലോപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇത് പെഡസ്ട്രിയൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹ്യൂണ്ടായി ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് റോഡിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ എന്തെങ്കിലും ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ സ്ലോപ്പായിട്ടൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ആദ്യം കണ്ണിൽപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഗ്രില്ലാണ്. ഇതൊരു കാസ്കേഡ് ഗ്രില്ലാണ്. നല്ല വീതിയുള്ള ഒരു എയർ ഡാമും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ് മനോഹരമായിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഇതിൽ വരുന്നത്. അതിൽ യൂസ് ചെയ്തിട്ടുള്ള ബൾബ് ഹാലജൻ ബൾബാണ്. അടുത്തായിട്ട് ഇതിൻ്റെ DRLൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നമ്മളുടെ ഈ ഒരു ഗ്രില്ലിൻ്റെ അകത്ത് തന്നെ ഒരു ബൂമറാങ് ഷേപ്പിലാണ് അവരത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് വരുന്ന LED ബൾബുകളാണ്. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പിലേക്ക് വരികയാണെങ്കിൽ ഫോഗ് ലാമ്പിലും ഒരു പ്രൊജക്റ്റഡ് ഫോഗ് ലാമ്പ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് വരുന്നതും ഹാലജൻ ബൾബ് തന്നെയാണ്. വളരെ മനോഹരമായ ഒരു ഡിസൈൻ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 3805 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പില്ലർ നോക്കുകയാണെങ്കിൽ വളരെ വിഡ്ത്ത് കുറഞ്ഞ, വളരെ വീതി കുറഞ്ഞ ഒരു പില്ലറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് വളരെ കുറവായിരിക്കും. കോർണർ ചെയ്യാനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കോർണർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മിററിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ORVMൽ തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ പില്ലറാണ് അടുത്ത് പറയാനുള്ളത്. ഈ വാഹനത്തിൻ്റെ പില്ലറിൽ ഗ്രാൻഡ് ഐറ്റൻ്റെ ഒരു നല്ല ബാഡ്ജിങ് വളരെ മനോഹരമായിട്ട് ഹ്യൂണ്ടായി ഇതിനകത്ത് നൽകിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ വീല് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ഒരു ഗ്രാൻഡ് ഐറ്റൻ്റെ സ്പോർട്സ് വേരിയൻ്റ് ആണ്. അതിലുള്ളത് 14 ഇഞ്ചിൻ്റെ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ ടോപ്പ് എൻഡ് മോഡലായ ആസ്റ്റൽ വരികയാണെങ്കിൽ 15 ഇഞ്ചിൻ്റെ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീല് ഉള്ള ഒരു വാഹനമായിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 165 mm ഹൈറ്റാണ് നമുക്ക് ഇതിനകത്ത് അവർ തരുന്നത്. മനോഹരമായ ഒരു റൂഫ് റെയിൽ ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ മുകളിൽ ഹ്യൂണ്ടായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഷാർഫിൻ ആൻറ്റിനെയും ഹ്യൂണ്ടായി വളരെ മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പിൻവശത്തേക്ക് വരികയാണ് നമ്മുടെ കണ്ണിൽ ആദ്യം പെടുന്നത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പാണ് നമ്മുടെ കണ്ണിൽ ആദ്യം പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല വളരെ വീതി കൂടിയ ഒരു വിൻഷീൽഡും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡീഫോഗറിൻ്റെ ലൈനുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത മോഡലിൽ ഒരു വൈപ്പറും അതുപോലെ തന്നെ സ്പ്രെയറും വരുന്നതാണ്. ഇനി ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് വളരെ മനോഹരമായ 2 ടെയിൽ ലാമ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഐറ്റൺ എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് നിയോസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ബാഡ്ജിങ് നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂടുതൽ എന്നാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ വാഹനത്തിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ 2 സെൻസർ നമുക്ക് 2 സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു സ്കിഡ് പ്ലേറ്റും നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്പേസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പുഷ് സ്വിച്ച് ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ
പൊക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 260 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ഒരു ബൂട്ട് സ്പേസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ബൂട്ട് സ്പേസ് തന്നെയാണ് ഒരു 14 ഇഞ്ചിൻ്റെ ഒരു സ്പെയർ വീലും ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ടൂൾസും ഒക്കെ കിട്ടുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്മാർട്ട് ഓട്ടോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. സ്മാർട്ട് ഓട്ടോ എന്താണെന്നുള്ളത് നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് പറഞ്ഞു തരാം. ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ എന്നുള്ളത് വേണ്ട. ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വൈഡായിട്ട് ഓപ്പൺ ആകുന്ന ഒരു ഡോറ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനായാസമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാനും ഇറങ്ങാനും സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല തൈ സപ്പോർട്ട് തരുന്ന ഒരു സീറ്റാണ്. തൈ സപ്പോർട്ടും അതുപോലെ തന്നെ നല്ല ലംബാർഡ് സപ്പോർട്ടും ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിക്ക് നമുക്ക് ഈ വാഹനത്തിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റും. ഡ്രൈവിംഗ് സൈഡിൽ ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്ന ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവർ സീറ്റാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ അല്ല ഇതിനകത്ത് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു സീറ്റ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. മനോഹരമായ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് നമുക്ക് നമ്മളുടെ ഇതിൻ്റെ അകത്തുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് നമുക്ക് ഇതിൽ ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതിൽ നമുക്ക് മോഡ്, അതുപോലെ തന്നെ നമുക്ക് വോയിസ് റെക്കഗ്നൈസേഷനുള്ള സ്വിച്ച്, അതുപോലെ തന്നെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ തന്നെ ട്രാക്സ് ചേഞ്ച് ചെയ്യാനും, കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഉള്ള സ്വിച്ചുകൾ എല്ലാം നമുക്ക് ഈ ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അനലോഗും ഡിജിറ്റലും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഭാഗത്ത് കാണുന്നത് RPM മീറ്ററാണ്. അത് അനലോഗായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ സ്പീഡോമീറ്ററാണ്. സ്പീഡോമീറ്റർ ഡിജിറ്റലിലാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഗിയർ ഷിഫ്റ്റ്, ഏത് ഗിയറിലാണ് പോകണമെന്ന് അറിയാനുള്ള ഗിയർ ഇൻഡിക്കേറ്റർ നമുക്കിതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എൻജിൻ ടെമ്പറേച്ചർ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡോർ ഏതെങ്കിലും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഡോർ ഇത് ഓപ്പൺ ആണ്. ഇപ്പം അടച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഡോർ വാണിംഗ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൽ ട്രിപ്പ് A-B, അതുപോലെ തന്നെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ടു MT, അതുപോലെ തന്നെ മൈലേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റും. പിന്നെ ആസ് യൂഷ്വലുള്ള ഫ്യൂവൽ ഇൻഡിക്കേറ്റർ, സീറ്റ് ബെൽറ്റ് ഇൻഡിക്കേറ്റർ, പിന്നെ ഹെഡ് ലാമ്പിൻ്റെ ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള കുറച്ച് ഇൻഡിക്കേറ്ററുകൾ നമുക്ക് ഈ ക്ലസ്റ്ററിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ്. ഒരു ബ്ലാക്കിൻ്റെയും സിൽവറിൻ്റെയും കൂടിയിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും നമ്മളെ ആകർഷിക്കുന്നതെന്ന് പറയാം. ഇതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ വളരെ 8 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് റേഡിയോ, മീഡിയ, അങ്ങനെയുള്ള കുറച്ച് ഡെഡിക്കേറ്റഡ് സ്വിച്ചസും അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്യൂണിങ്ങിനും വോളിയത്തിനും വേണ്ടിയിട്ടുള്ള നോബുകളും ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഏറെ സെറ്റിങ്സുകളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് DRVM ഉണ്ട്. അത് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ക്ലസ്റ്റർ ഒരു റെയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് DRVM എന്ന് പറയുന്നത്. നമുക്ക് അത് വളരെ ഒരു ഉപകാരമുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് കാണാനും, അതുപോലെ തന്നെ പുറകെ ഏതൊക്കെ വണ്ടി വരുന്നുണ്ടെന്ന് നമുക്കറിയാനൊക്കെ ഈ ഒരു ക്ലസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിനകത്ത് പിന്നെ നമുക്ക് സെറ്റിങ്സ് ഉണ്ട്, കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് സൗണ്ട് സെറ്റിങ്സ് ഉണ്ട്. സൗണ്ട് സെറ്റിങ്സിലേക്ക് പോവുകയാണെങ്കിൽ വോളിയം ലെവൽ കൺട്രോൾ ചെയ്യാനും ഇക്വലൈസർ കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് അടിക്കുകയാണെങ്കിൽ ഇനി ജനറലായിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ സെറ്റിങ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ സേവർ സെറ്റ് ചെയ്യാനും കീബോർഡ് അങ്ങനെയുള്ള ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിസ്റ്റം ഇൻഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി അഡ്വാൻസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇതിനകത്ത് സ്റ്റിയറിംഗ് മോഡിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോം സ്ക്രീൻ ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ വളരെ ഏറെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. അടുത്തായിട്ട് താഴേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു AC വെൻറ്റുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ AC കൺട്രോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾഡ് ACകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുറച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡീഫോഗർ, റെയർ ഡീഫോഗർ, അതുപോലെ തന്നെ
ഓഫ് ചെയ്യാനുള്ള സ്വിച്ചുകൾ ഒക്കെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഒരു USB ചാർജറും ഒരു 12 വോൾട്ട് പവർ ഔട്ട്ലെറ്റ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗിയർ നോബാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കിവിടെ കാണിച്ച് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് നമുക്ക് ഇതിനകത്ത് കാണാം. ഇപ്പോൾ ന്യൂട്രലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഡ്രൈവിലേക്ക് മാറ്റുകയാണെങ്കിൽ ബ്ലൂ കളർ ഇവിടേക്ക് വരും. പിന്നെ നമുക്കിനി അത് റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഒരിക്കലും റിവേഴ്സ് പോകില്ല. ഇതിൻ്റെ പുറകിലൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് പ്രസ് ചെയ്തിട്ട് റിവേഴ്സ് ഇട്ടാൽ മാത്രമേ വീഴുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ഫോണൊക്കെ വെക്കാം എന്നുള്ള രീതിക്ക് സ്പേസ് ഉണ്ട്. ഇത് ഹയർ എൻഡിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു വയർലെസ് ചാർജറാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 2 ബോട്ടിൽ സ്പേസ് കിട്ടുന്നുണ്ട്. 2 ബോട്ടിൽ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായൊരു ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അതൊരു റെയർ വ്യൂ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്, ഓട്ടോമാറ്റിക് അല്ല, മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ വരുമ്പോൾ മറ്റ് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു ഡിസൈനിലുള്ളൊരു AC വെൻ്റ് ഈ 2 ഭാഗങ്ങളിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 2 സൈഡിലും നമുക്ക് വളരെ മനോഹരമായ ഡിസൈനിലുള്ളൊരു AC വെൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. ഈ ഗ്ലൗ ബോക്സിനകത്ത് കൂളിംഗ് ഉള്ളൊരു ഗ്ലൗ ബോക്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കൂളിംഗ് ഉള്ളൊരു ഗ്ലൗ ബോക്സാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഡോറിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 4 പവർ വിൻഡോയുടെ കൺട്രോളിങ്ങും നമുക്ക് ഡ്രൈവർ സൈഡിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ച്, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ആണ് വരുന്നത്. നമുക്കത് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ സ്റ്റിയറിങ് ടിൽറ്റബിൾ ആണ്. നമുക്ക് ഡ്രൈവറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് താക്കുകയും പോക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അത് ഈ വാഹനത്തിനുള്ളിൽ നമുക്കിരിക്കുമ്പോൾ വളരെ മികച്ച ഒരു വിസിബിലിറ്റി നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കും. വളരെ മികച്ച ഒരു വിസിബിലിറ്റി നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ A പില്ലറിൻ്റെ വീതി വളരെ കുറവാണെന്ന്. അത് വളരെയധികം നമുക്കിവിടെ സപ്പോർട്ടാണ്. നമുക്ക് ഇവിടുത്തെ ബ്ലൈൻഡ് സ്പോട്ട് വളരെ കുറവാണ്. നമുക്ക് നല്ല രീതിക്ക് ഇത് കോർണർ ചെയ്യാൻ പറ്റും. നോർമൽ AMD ഗിയർ ബോക്സിൽ വരുന്നത് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് ആണ് വരുന്നത്. എന്നാൽ നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ആക്ച്വേറ്ററാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിക്ക് നമുക്കൊരു ഡ്രൈവിംഗ് റെസ്പോൺസ് ഈ വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നോർമലി ഉള്ള ഒരു AMD ഓടിക്കുമ്പോൾ ഉള്ള ആ ഒരു ലാഗ് ഈ വാഹനത്തിൽ വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ വളരെ മികച്ച ഒരു ഡോറ്, അല്ലെങ്കിൽ നല്ല വീതിയുള്ളൊരു ഡോറ് നമുക്ക് അനായാസമായിട്ട് അകത്തേക്കും പുറത്തേക്കും ഇറങ്ങാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പുറകിലേക്ക് വന്നത്. നല്ലൊരു ലെഗ് സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു തൈ സപ്പോർട്ട്, ഒരു പ്രീമിയം കാറിലൊക്കെ കിട്ടുന്ന രീതിക്കുള്ള ഒരു തൈ സപ്പോർട്ട് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ടുണ്ട്. നല്ല വിശാലമായ ഒരു പിൻഭാഗമാണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഹെഡ് റൂം ഉണ്ട്. നല്ല ഹെഡ് റൂം, നല്ല ലെഗ് സ്പേസും ഒക്കെ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ സെൻട്രൽ ട്രാൻസ്മിഷൻ ടണലിൽ അവിടെ വരുന്ന ആ ഒരു ഹമ്പ് വളരെ ചെറുതായിക്കൊണ്ട് തന്നെ ഇതിനകത്ത് 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് 2 റെയർ AC വെന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ റെയർ AC വെന്റ് വരുന്നതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ വാഹനം ഇത് കൂളാകാൻ, എത്ര ചൂടത്തിൽ വന്നാലും വളരെ എളുപ്പത്തിൽ കൂളാകാൻ സഹായിക്കുന്നുണ്ട് ഈ റെയർ AC വെന്റ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഒരു 12 വോൾട്ട് ചാർജർ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടും കിട്ടുന്നുണ്ട്. സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാബ്രിക്സ് ആണ് ഈ സീറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫാബ്രിക്സ് മാറിയിട്ട് നമുക്കൊരു ലെതർ ഫിനിഷിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് റെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും തന്നെ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് ആണ് കിട്ടുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ബാക്ക് സൈഡിലാണെങ്കിലും നമുക്ക് ഒരു ഫിക്സ്ഡ് ഒരു ഹെഡ് റെസ്റ്റുകളാണ് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിനകത്ത് സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഫുൾ ഓപ്ഷനിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. പിന്നെ ഡോർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു 1 ലിറ്ററിന്റെ അല്ലെങ്കിൽ 2 ലിറ്ററിന്റെ ഒരു കുപ്പി വെക്കാനുള്ള സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡിൽ സ്പീക്കർ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മികച്ച ക്ലാരിറ്റി ഉള്ള ഒരു സ്പീക്കർ തന്നെ, അല്ലെങ്കിൽ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. യാത്ര ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. ലോങ് ഡ്രൈവിനൊക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് ഐറ്റം നിയോസ് എന്ന് പറയുന്നത്.
ഈ വാഹനത്തിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ അകത്ത് നമുക്ക് വളരെ മികച്ച ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വൈഡായിട്ടുള്ള ഗ്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശാലമായിട്ട് അകത്തിരുന്ന് കഴിഞ്ഞാലും പുറം ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിത് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, ഗ്ലാസ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഗ്ലാസ് നമുക്ക് ഡൗൺ ചെയ്ത് വിശാലമായിട്ട് നമുക്ക് പുറം ഭാഗം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു രീതിക്കാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ മികച്ച ഒരു ഇൻറ്റീരിയർ ആണെന്ന് തന്നെ നമുക്ക് ഈ വാഹനത്തിന് പറയാം. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലൈറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റ് വരുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്ന ഒരു 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ്. ഒരു BS6 എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 6000 RPM-ൽ 83 PS ആണ് ഈ വാഹനത്തിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 11.6 കിലോഗ്രാമാണ്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ വരുന്ന ഒരു 5 സ്പീഡ് AMD ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ AC-യുടെ കാര്യമാണ്. ഈ വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന AC-യിൽ എക്കോ കോട്ടിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഒരു എയർ പ്യൂരിഫിക്കേഷൻ ഈ വാഹനത്തിൻ്റെ AC-ക്ക് നൽകാൻ കഴിയും. അതുപോലെ തന്നെ 20 km/ലിറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ മൈലേജ് എന്ന് കമ്പനി അവകാശപ്പെടുന്നത്. AMD വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത്. ഒരു ഫീൽ നമുക്ക് വരാത്ത രീതിക്കാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഗിയർ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ AMDയിൽ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് ആക്ച്വേറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിക്കൊരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ നോർമലി ഓടിച്ചിട്ടുള്ള AMDകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട AMD എന്ന് പറയുന്നത് ചിലപ്പം ഒരു പക്ഷേ ഇതായിരിക്കും. കാരണം ഞാൻ ഇതിനു മുമ്പേ ഓടിച്ചിട്ടുള്ളതൊക്കെ ഇനീഷ്യലി വളരെ ലാഗായിരുന്നു. നമുക്കിപ്പോൾ ഈ സമയത്ത് നമ്മളിത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി സ്പീഡ് കയറുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണല്ലോ ആ ഒരു ലാഗ് നമുക്ക് ഇവിടെ വളരെ കുറവാണെന്ന് പറയാം. ലാഗ് ഇല്ലെന്നല്ല പറയുന്നത്, ലാഗ് വളരെ കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ കൺട്രോളിംഗ് ആണ്. വളരെ നല്ല രീതിക്ക് നമുക്ക് ഈ വാഹനം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഒരു നല്ലൊരു ഡ്രൈവിംഗ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ഡ്രൈവിംഗ് കോൺഫിഡൻസ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു കൺട്രോളിങ് നമുക്ക് ഈ വാഹനത്തിലുണ്ട്. ഒരുമാതിരി നോർമൽ യൂസിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഗ്രാൻഡ് ഐ10 നിയോസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത, ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇച്ചിരി കുഴിയുള്ളൊരു ഭാഗത്തൂടെയാണ്. വളരെ നല്ല ഒരു സസ്പെൻഷൻ നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഇതിൻ്റെ വേരിയൻറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരാളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് എന്തൊക്കെ അറിയണോ അതെല്ലാം ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ തരാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി. വിളിച്ച് ചോദിക്കാവുന്നതാണ്. പുള്ളി ഏത് സമയത്തും നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധനാണ്. താഴെ കൊടുത്തിരുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ബെൽ ബട്ടനും കൂടെ ക്ലിങ് കൂടെ അടിച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വണ്ടിയുമായി അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദിസ് ഈസ് അനന്തു സൈനിങ് ഓഫ്.